ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല എയർപോർട്ടായ സിംഗപ്പൂരിലെ ചാങ്കി എയർപോർട്ടിലാണ്. രാവിലെ 6:30 തന്നെ ഞങ്ങളിവിടെ ലാൻഡ് ചെയ്തു. സിംഗപ്പൂരിൻ്റെ മറ്റൊരു പേര് ഗാർഡൻ സിറ്റി എന്നാണ്. പേര് പോലെ തന്നെ എല്ലായിടത്തും പച്ചപ്പാണ്. ബാഗേജ് കളക്ട് ചെയ്ത് എയർപോർട്ടൊന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്നുള്ള പ്ലാനിൽ തന്നെയാണ്. ഒരു ഫുൾ ഡേ കാണാനുള്ള കാഴ്ചകൾ ഇവിടെ തന്നെയുണ്ട്. പക്ഷേ നമ്മുടെ ടൈം വളരെ ലിമിറ്റഡ് ആണ്. ഉച്ചയ്ക്ക് തന്നെ നമുക്ക് ക്രൂയിസ് സ്പോട്ടിൽ ചെക്ക് ഇൻ ചെയ്യണം. സമയം ഒട്ടും കളയാതെ വേഗത്തിൽ എയർപോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. വളരെ വലിയ എയർപോർട്ടാണ്. മിക്ക ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സും ഇതുവഴിയാണ് വന്നു പോകുന്നത്. എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ സ്റ്റാഫുകൾ കൂട്ടം കൂടി നിൽക്കുന്നു. ഒരേപോലത്തെ യൂണിഫോം, ഒരേപോലത്തെ പെട്ടി, കാണാൻ തന്നെ നല്ല ഭംഗി. അടുത്ത് തന്നെ സിംഗപ്പൂർ എയർലൈൻ്റെ സ്റ്റാഫുകളെയും കാണാം. സിംഗപ്പൂർ ഒരു ചെറിയ രാജ്യമാണ്, പക്ഷേ ഫിനാൻഷ്യലി അവർ വളരെ സ്ട്രോങ് ആണ്. ഒട്ടുമിക്ക ഇൻ്റർനാഷണൽ ബ്രാൻഡ്സിൻ്റെ ഷോപ്പുകളും ഈ എയർപോർട്ടിൽ തന്നെയുണ്ട്. ടൂറിസമാണ് അവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. ടെർമിനൽ 1-ലുള്ള ജുവൽ ഇൻഡോർ വാട്ടർഫോൾ കാണാനാണ് നമ്മളിനി പോകുന്നത്. ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ഇൻഡോർ വാട്ടർഫോളാണിത്. എവിടെ നോക്കിയാലും പച്ചപ്പുകളും പൂക്കളുമാണ്. അതാണ് ഗാർഡൻ സിറ്റി എന്ന വിളിപ്പേരിന് കാരണവും. 90% ഓഫ് ഈ ചെടികളും പൂക്കളും എല്ലാം നാച്ചുറൽ തന്നെയാണ്. ഞങ്ങൾ സിംഗപ്പൂർ എത്തിയിരിക്കുന്നത് സാറ്റർഡേ ആണ്. ജുവൽ വാട്ടർഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 o'clock ആണ്. സോ നമ്മൾക്ക് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ സമയം അത്രയും നമ്മൾ ഈ ജുവലിനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡോം ഷേപ്പാണ്. സൈഡിലെല്ലാം സ്റ്റെപ്സാണ്. ആ സ്റ്റെപ്സിലെല്ലാം മരങ്ങളും ചെടികളും വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. കൃത്യം 10 മണിക്ക് തന്നെ വാട്ടർഫോൾസ് സ്റ്റാർട്ട് ചെയ്തു. ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ലോകത്തിലെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ഇൻഡോർ വാട്ടർഫോളാണിത്. ഇതിൻ്റെ ലെങ്ത് 40 meters ആണ്. ഞങ്ങളിപ്പം നിൽക്കുന്നത് ടെർമിനൽ 1-ൽ ഈ വാട്ടർഫോളിൻ്റെ ലോവസ്റ്റ് ലെവലിലാണ്. ഇതിൻ്റെ ഹയസ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ ടെർമിനൽ 5-ലാണ്. അത് കനോപ്പി പാർക്കിലാണ്. വാട്ടർഫോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കനോപ്പി പാർക്കിൻ്റെ സെയിം ലെവലിൽ നിന്നാണ്. ഈ ടെർമിനൽ 1-ൽ ലോ ലെവലിൽ നിന്ന് മുകളിൽ പോകാൻ വേണ്ടി എസ്കലേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പല ഫ്ലോറിലും നമ്മൾ കയറി ഇറങ്ങി പോകണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ വർത്ത് സീയിങ് ഇറ്റ്. ടെർമിനൽ 5-ൽ നിന്ന് ഉള്ള വാട്ടർഫോളിൻ്റെ വ്യൂ ആണിത്. ഒരു ടെർമിനലിൽ നിന്നും അടുത്തതിലേക്ക് പോകുന്നത് സ്കൈ ട്രെയിൻ വഴിയാണ്. ടെർമിനൽ 1-ലെ മറ്റു ചില കാഴ്ചകൾ കൂടെ കാണാം. ഇവിടെ ഒരു സ്ഥലം പോലും വെറുതെ ഇട്ടിട്ടില്ല. എല്ലാ സ്ഥലങ്ങളും നല്ല നല്ല ആർട്ട് വർക്കുകൾ കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുന്നു. കുറേയേറെ ബൾബുകൾ തോരണം പോലെ ഇട്ടിരിക്കുന്നു. അതിനെ ഒരു വേവ്സിൻ്റെ മൂവ്മെൻറ്റ്, കടലിൽ തിരയടിക്കുന്ന മൂവ്മെൻറ്റ് പോലെ കൊടുക്കുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ തന്നെയാണിത്. ഇതിന് പറയുന്നത് കൈനറ്റിക് റെയിൻ എന്നാണ്.
ചൈനീസ് ന്യൂ ഇയർ ആയിരുന്നുകൊണ്ട് എല്ലായിടത്തും റെഡ് കളേഴ്സാണ്. ഇതൊരു നാച്ചുറൽ ഓറഞ്ച് ട്രീ ആണ്. കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഈ എയർപോർട്ടിലുണ്ട്. റൂഫിൽ നിന്ന് ഹാങ് ചെയ്തിട്ടിരിക്കുന്ന മറ്റൊരു വർക്കാണിത്. എയർപോർട്ടിൽ നിന്ന് നമുക്ക് വെളിയിൽ പോകേണ്ട സമയം ഏകദേശമായി. ടെർമിനൽ 1 ഡിപ്പാർച്ചർ ഏരിയയിൽ എത്തി. ഇവിടെ പാസ്പോർട്ടൊക്കെ സെൽഫായിട്ട് തന്നെ സ്കാൻ ചെയ്താണ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങേണ്ടത്. പക്ഷെ എല്ലാം വളരെ ഈസിയാണ്. ചെക്ക് ഔട്ട് ചെയ്ത് ബസ്സിൽ കയറി ഇനി ക്രൂയിസ് പോർട്ടിലേക്ക്.